ആദിമ നൂറ്റാണ്ടിൽ ഒത്തിരി ദുരുപദേശങ്ങൾ ദൈവസഭയ്ക്കകത്ത് കടന്നു കൂടിയിട്ടുണ്ട്. ഒത്തിരി ദുരുപദേശങ്ങൾ. എന്നാൽ അതിനകത്ത് ഒരു ഭാഗം മത്തായി സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങൾ, അതായത് ദൈവവചനത്തിന് ചെവി കൊടുക്കാതെ, ദൈവവചനത്തിന് ശ്രദ്ധ കൊടുക്കാതെ മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ആരാധന വ്യർത്ഥമാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവവചനത്തിന് നാം ശ്രദ്ധ കൊടുക്കണം. ദൈവവചനത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആരാധനയല്ല. ദൈവവചനത്തെ ഒഴിവാക്കിയുള്ള ശുശ്രൂഷ അതൊരു ശുശ്രൂഷയല്ല എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മാനുഷിക കൽപ്പനകൾക്കും കെട്ടുകഥകൾക്കുമാണ് ഇന്ന് ഒത്തിരി ഡിമാൻഡുകളുള്ളത്. ദൈവജനം ശ്രദ്ധിക്കണം. ആ ആരാധന വ്യർത്ഥമായ ആരാധനയാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തെ വായിക്കാൻ, ഈ ദൈവവചനത്തെ അറിയുവാൻ നാം ഒരുക്കമുള്ളവരും നാം അതിനുവേണ്ടി വാഞ്ചിക്കുന്നവരുമായിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകത്തെ അക്ഷരവിദ്യാഭ്യാസമുള്ള ഒരുവന്റെ കയ്യിൽ കൊടുക്കുകയാണ് വായിക്കാൻ. ആ പുസ്തകം അവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൻ പറയുന്ന ഒരു ഭാഗം, ഈ പുസ്തകം മുദ്രയിട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അടുത്തൊരു അക്ഷരവിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുവന്റെ കയ്യിൽ ഈ പുസ്തകം കൊടുത്തിട്ട് അവനോട് വായിക്കാൻ പറഞ്ഞാൽ അവൻ പറയും, എനിക്ക് വായിക്കാൻ അറിയില്ല. രണ്ടു കൂട്ടരുണ്ട്. ഇത് എനിക്ക് വായിക്കേണ്ട പുസ്തകം, ഞാൻ അതിന് യോഗ്യനല്ല എന്ന് പറയുന്നവരും എനിക്ക് അറിയില്ല, എനിക്ക് വായിക്കാൻ കഴിയില്ല എന്ന് പറയും. അപ്പോ വചനവുമായി ബന്ധമില്ലാത്ത ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ കെട്ടുകഥകളുടെയും ചില പുരാണങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ്, പഴംചൊല്ലുകളൊക്കെ പറഞ്ഞ് ചിലരെ അതിൻ്റെ പുറകിൽ ബന്ധിച്ചു വയ്ക്കാൻ ചില ഗൂഢമായ ചിന്തകൾ പ്രവർത്തിക്കുന്നുണ്ടത് ദൈവസഭ തിരിച്ചറിയണം. അതൊരു ദുരുപദേശങ്ങളിൽ ഒന്നാണ്. ദൈവവചനത്തെ പ്രമാണിക്കാതെ മാനുഷിക കൽപ്പനകൾ കേട്ടനുസരിച്ച് മുന്നോട്ട് പോകുന്നു എങ്കിൽ അത് വ്യർത്ഥ ആരാധനയാണ്. അത് ദൈവം പ്രസാദിക്കുന്ന ഒന്നല്ല എന്ന് ദൈവസഭ ഈ നാളുകൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ സഭയെ വ്യക്തമായി ശാസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീത്തോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ എന്തിനാ ശാസിക്കാൻ, കഠിനമായും ശാസിക്കാൻ പറഞ്ഞത്? അവർ യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മാനുഷിക കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന്. ശ്രദ്ധിക്കണം, ആ ഭാഗം എങ്ങനെയാണ് പറയുന്നത്? സത്യം വിട്ടകലുന്ന മാനുഷിക കൽപ്പനകളെ ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായും ശാസിക്കണമെന്ന് പൗലോസ് തീത്തോസിനോട് ലേഖനം കൊടുക്കുകയാണ്. ദൈവസഭയെ നാളുകളിൽ ശ്രദ്ധിക്കണം. മാനുഷിക കൽപ്പനകളുടെ പിറകിലില്ല, ദൈവവചനത്തിന്റെ പിന്നിൽ ദൈവവചനത്തെ വായിച്ച് അതിനെ ധ്യാനിച്ച് ദൈവവചനത്തിൽ നിലനിൽക്കാൻ ഒരു സമൂഹം, ഒരു സഭ ഈ നാളുകളിൽ ഒരുങ്ങപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവമക്കൾ ഈ നാളുകളിൽ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവവചനം എപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവവചനത്തിന്റെ ഉദ്ദേശം എന്താണ്, ദൈവവചനത്തിന്റെ നമ്മോടുള്ള അരുളപ്പാട് എന്താണ്, അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സർവകൃപാലുമായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോ ദുരുപദേശങ്ങളിൽ ഒന്ന്, ദൈവവചനത്തെ വിട്ടകന്ന് ദൈവവചനത്തിൽ നിന്ന് അകന്നുപോയി മാനുഷിക കൽപ്പനകളെ പ്രമാണിക്കുന്നു. ഇത് ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭയ്ക്കകത്തുണ്ടായ ദുരുപദേശങ്ങളിൽ ഒന്നാണ്. ഈ നാടുകളിൽ മാനുഷിക കൽപ്പനകൾക്കും മാനുഷിക ആലോചനകൾക്കും മനുഷ്യ